ശ്രീകൃഷ്ണപുരം എടപ്പള്ളിയിൽ വയോധികയുടെ മാല കവരാൻ ശ്രമം. എടപ്പള്ളി സ്വദേശി കൂറ്റൻകോട് സത്യഭാമയുടെ 3 പവനോളം തൂക്കം വരുന്ന മാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. വീടിന് സമീപത്ത് വെച്ച് ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ കഴുത്തിൽ പിടിച്ചു മാന്തി മാല വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ സത്യഭാമ നിലത്ത് വീണു. വയോധിക ബഹളം വച്ചതോടെ മോഷ്ടാക്കൾ ബൈക്കിൽ വേഗത്തിൽ രക്ഷപ്പെട്ടു. ഞാൻ പശുവിന് കഞ്ഞിയെടുക്കാൻ പോവുകയായിരുന്നു. ദിവസം പോക്കുള്ള പശുവിനെ കെട്ടാനും എല്ലാറ്റിനും ആ വഴി കൂടെ 2-3 പ്രാവശ്യം പോണതാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോവുകയായിരുന്നു. കഞ്ഞിക്കുടം തലയിലുണ്ട്. ഇങ്ങനെ പോകുമ്പോ ബൈക്കിൽ 2 ആൾക്കാർ വന്നു, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും എന്നോട് ചോദിക്കാനാവുന്ന ഞാൻ വിചാരിച്ചു. എൻ്റെ അടുത്ത് നിർത്തിയില്ല, പതുക്കെ സ്ലോവായിട്ടൊന്നും ഇങ്ങോട്ട് വന്നതും കഴുത്തിൽ തങ്ങഞ്ഞിങ്ങോട്ട് മാന്തിയതോടുകൂടി ഞാൻ അങ്ങനെ വീണു. കുടം വീണു, ഞാനും വീണു. വീണിട്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് നീക്കാൻ വയ്ക്കണ്ടേ. വീണിട്ട് പെട്ടെന്ന് നീച്ച് നോക്കിയപ്പോഴേക്ക് വണ്ടി അവിടെ തങ്കത്തിന്റെ പടി കടന്നു പോയി. എനിക്ക് വണ്ടി കാണാനൊന്നും പറ്റിയില്ല. ഞാൻ എന്നിട്ട് കൊണ്ടുപോയി തന്നെ ചെയിന് കൊണ്ടുപോയി തന്നെ വിചാരിച്ചു. ഞാൻ തൊള്ളിയിട്ടിട്ട് അപ്പോഴേക്ക് ശങ്കരൻ കഞ്ഞി എടുക്കാൻ പോണു. കഞ്ഞിയല്ല, വെള്ളം കൊണ്ടുപോയി രാമന്റെ വീട്ടിൽ നിന്ന്. ശങ്കര എൻ്റെ ചെയിന് കൊണ്ടുപോയിട്ടോ, അവരൊന്ന് തടുക്ക് ശങ്കരാ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി തന്നെ ഞാൻ കരുതിയത്. അവിടെ എത്തിയപ്പോഴേ തങ്കത്തിനോട് കൂട്ടം കൂടി നോക്കുമ്പോ കഴുത്തിൽ ചെയിനുണ്ട്. അപ്പോഴാണ് ഒരു ഞെണുക്കുണ്ട്. അവര് പരമാവധി ശ്രമിച്ചു. പക്ഷെ ഇത് നല്ല ബലമുള്ള ചെയിനാണ്, ഉറപ്പുള്ള ചെയിനായതുകൊണ്ട് ഇവിടെ കഴുത്തിൽ അങ്ങനെ മുറിയായി കിടന്നു, മാന്തി തുടുന്നനായി കിടന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രദേശത്ത് മോഷ്ടാക്കളുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പ്രദേശത്ത് കള്ളന്മാരുടെ ശല്യം രൂക്ഷമാണെന്ന പരാതിയെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എടപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും പട്രോളിംഗ് ശക്തമാക്കുമെന്ന് ശ്രീകൃഷ്ണപുരം CI S അനീഷ് അറിയിച്ചു. മോഷ്ടാക്കളെ കണ്ടെത്താനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. CCN കടമ്പഴിപ്പുറം.